ഹലോ, നമസ്കാരമുണ്ടേ. ഇത് നമ്മുടെ വണ്ടി മാരുതി സെന്നാട്ടോ. ഇത് LX സെന്നാണേ. മാരുതി 2006 സെന്ന് നിർത്തി. പക്ഷേ ഈ വണ്ടി ഇപ്പോഴും ആവശ്യക്കാരും ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് അലോയ് വീലൊക്കെ എക്സ്ട്രാ കയറ്റി. അത് 2005 മോഡൽ വണ്ടിയാണിത്. അതിൻ്റെ ഓവറോൾ ഒരു വ്യൂ നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അതിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് കണ്ടു നോക്കി. നല്ല രസമുണ്ട്. അത്യാവശ്യം ഒറ്റ മിനിറ്റ്. ഇത് ടൈപ്പ് 3 മോഡൽ വണ്ടി കേട്ടോ. ഇതിന് ടൈലൈറ്റ് ഒക്കെ കണ്ടില്ലേ? ടൈലൈറ്റ് ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഇതാണ് ടൈപ്പ് 3 മോഡൽ. ഇതിൻ്റെ ഡിക്കി ബമ്പർ ഇത് ടൈപ്പ് 1 ടൈപ്പ് 3 ആക്കാൻ നമുക്ക് പറ്റും. ഡിക്കിയും ഫ്രണ്ട് ബോണറ്റും ഫെൻഡറും ഒക്കെ മാറ്റിയാൽ മതി. ടൈപ്പ് 3 ആക്കാം. ഇതതിൻ്റെ ബേക്ക് വ്യൂ ഒക്കെ. ഇത് LXൻ്റെ ഒരു ബാഡ്ജ്, മാരുതി സെന്ന്. ബേക്കൊക്കെ അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ വണ്ടിയാണ്. ഒരു സാധാരണക്കാരനെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സെന്ന്. ഞാൻ നോക്കിയിട്ട് വലിയ സീനൊന്നുമില്ല. അത് അലോയിൽ അവർ എക്സ്ട്രാ എടുത്തതാണ്. ഇത് ടയറും ഇതും കൂടെ 28 രൂപയ്ക്കാണ് കണ്ട് എടുത്ത കേട്ടോ. ഇത് സെക്കൻഡ് അലോയാണ് ശരിക്കും. പക്ഷേ നല്ല നീറ്റ് അലോയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല അങ്ങനെ. പക്ഷേ ഇത് 13 ഇഞ്ച് ടയേഴ്സാണ് അതിന് വരുന്നത് അല്ലേ. 13 ഇഞ്ച് ടയേഴ്സാണ്. അത് 165 70 R12 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മറ്റേ സെന്നിന് ഒറിജിനൽ വരല്. ഇതിനകത്ത് 13 ഇഞ്ച് ഇട്ടപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ ചെറുതായിട്ട് തട്ടി വെക്കുന്നുണ്ടോ? ഇവിടെ ചെറുതായിട്ട് തട്ടും. അത് ബാലൻസ് കാർഡ് കട്ട് ചെയ്ത് ഫ്രണ്ട് ആക്കിയതായത് കുറച്ച്. എന്നാലും ഫ്രണ്ട് തട്ടും. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് റണ്ണിങ് ബോഡി. ഈ സാധനമൊക്കെ ഇവിടെയൊക്കെയാണ് കൂടുതൽ സെന്നിന് തുരുമ്പ് വരിക. പിന്നെ അണ്ടർ ബോഡിയും ഇവിടെ ഇത് മാത്രം തുരുമ്പുണ്ടായിരുന്നു. ഇത് ഫുൾ സെറ്റ് പീസ് മാറ്റിയതാണ്. ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടി കേട്ടോ. നല്ല ഷോ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സെന്നെ എടുക്കുന്നത്. അത്യാവശ്യം എൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇത് സീറ്റ് കവറൊക്കെ മൊത്തം അടിച്ച് അത്യാവശ്യം പണി മൊത്തം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. എന്നിട്ട് സീറ്റ് കവറൊക്കെ ഫുള്ള് ബ്ലാക്ക് അടിച്ച് അത്യാവശ്യം നല്ല പൈസ കയറ്റി ഇയാൾ ഇതിനകത്ത്. ബേക്കും അത്യാവശ്യം മൊത്തം അടിച്ച് സീറ്റ് കവറൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് ഫുള്ള് ഇന്നിപ്പോൾ ഡെലിവറി ആയി വണ്ടി. ഒന്ന് നമ്മൾ ബ്രേക്കിന് വേണ്ടി എടുത്ത ഇൻറ്റീരിയറൊക്കെ ക്ലീനാക്കി ഫുള്ള്. ഇതിനകത്ത് ആ പാടെന്ന് വെച്ചാൽ 2005 മോഡലിൻ്റെ ഒരു കുറച്ച് ഡാഷ്ബോർഡൊക്കെ ഇന്ന് അരച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ ചെറുതായിട്ട്. അല്ലാണ്ട് വേറെ വലിയ ഈ വെയിലത്ത് കിടന്നതിൻ്റെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നീറ്റാണ്. സീനൊന്നുമില്ല. അത്യാവശ്യം റണ്ണിങ് വണ്ടിയാണ്. അത്യാവശ്യം ഓടിയ വണ്ടിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. 2005 അത്യാവശ്യം ഓടിയായിരിക്കും. ഇത് അതിൻ്റെ ചാവി ഓടിങ്ങി. ഇത് എൻ്റെ ഹീറ്റ് മീറ്റർ, ഫ്യൂവല്, കിലോമീറ്റർ, RPM മീറ്റർ ഇല്ല. ഇതായിട്ട് ഡാഷ്ബോർഡിന് അകത്ത് വരുന്ന AC. ഇത് LX ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 2 പവർ വിൻഡോയും കൂടെ വരും ഇതിനകത്ത്. ഇത് കമ്പനി വരുന്നത്. ഇതിൻ്റെ ഒരു സ്വിച്ച് പൊട്ടിപ്പോയി. ഇത് മാനുവൽ ആക്കിയേക്കുന്ന കേട്ടോ. ഈ വൈൻഡർ ഇത് മാറ്റി മാനുവൽ ആക്കിയേക്കുന്നത് വണ്ടി. അതുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. വൈൻഡറിൻ്റെ സെറ്റപ്പ് മാറ്റിയിട്ട് മാനുവലാക്കി. ഇതിൻ്റെ ബേക്കോ അത്യാവശ്യം ഇരുന്ന് ഓടിക്കാനൊക്കെ അത്യാവശ്യം കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ മാരുതി തന്നെ ഈ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ തൊട്ട് താഴെ കിടക്കുന്ന ആൾട്ടോയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരു യാത്രാസുഖമൊക്കെ ഉള്ളൊരു നീറ്റ് വണ്ടിയാണ്. ഇതിപ്പോൾ നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഇതൊക്കെ മൊത്തം അയച്ച് കംപ്ലീറ്റ് അയച്ച് ഫുള്ള് പെയിന്റ് അടിച്ച് ഫുള്ള് മാറ്റൊക്കെ ഒട്ടിച്ച് അത്യാവശ്യം ക്ലിയർ ആയി കിടക്കുന്ന വണ്ടിയാണ്. 1000 cc വണ്ടിയാണ്. 5 സ്പീഡ് വണ്ടി. അത്യാവശ്യമാണ്. ഇതിൻ്റെ ബേസിക് അത്രേ ഉള്ളൂ. ഇത് 3 വേരിയന്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം LX, LXI, VXI. അതായത് ടൈപ്പ് 3 3 വേരിയന്റ്. ഇത് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2ന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. എൻ്റെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ടൈപ്പ് 2 എങ്ങനത്തെയാണ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ടൈപ്പ് 2ന്റെ. അതാണ് മറ്റേ ഓട്ടോമാറ്റിക് സെന്ന് ടൈപ്പ് 2 ആ മോഡലാണ് ടൈപ്പ് 2 വരിക. അപ്പോൾ ഇത് LXന് എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. 4 ഡോറും മാനുവൽ പവർ വിൻഡോ ആയിരിക്കില്ല. മാനുവൽ ഇതായിരിക്കും. വൈൻഡർ അസംബ്ലി വരുന്ന ടൈപ്പ് ആയിരിക്കും. ഇത് കറക്കി കയറ്റുന്ന ടൈപ്പ്. പിന്നെ അത് അത്രേ ഉള്ളൂ LXന്. LXയിലോട്ട് വരുമ്പോൾ ACയും പവർ സ്റ്റിയറിംഗും ഉണ്ടാവും. 2 ഡോറ് പവർ വിൻഡോ ഉണ്ടാവും. അത്രേ ഉള്ളൂ LXI കേട്ടോ. പിന്നെ VXIയിലോട്ട് വരുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 പവർ വിൻഡോ. പിന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പ് ഉണ്ടാവും. പിന്നെ ബേക്ക് റിവേഴ്സ് ഇതുണ്ടാവും. എന്താ പറയുക, റിവേഴ്സ് വൈപ്പർ ഉണ്ടാവും. അതിന് ഡീഫോഗർ ഉണ്ടാവും. അതായത് ഡീഫോഗർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡീഫോഗറൊക്കെ എല്ലാവർക്കും അറിയില്ലേ. നമ്മളിവിടെ ഇതിനകത്ത് ഫോഗ് പിടിച്ച് ഒഴിവാക്കാനുള്ള അവസാനം ഡീഫോഗറും ഉണ്ടാവും. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഡീഫോഗറും പിന്നെ ഇതും കൂടി ഉണ്ടാവും. ബേക്ക് ബമ്പറിൽ റിവേഴ്സ് ഫോഗ് എന്ന് പറഞ്ഞാൽ റിയർ ഫോഗർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് കൂടെ ഉണ്ടാവും. റിയർ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം അവിടെ ബമ്പറിൽ ഒരു ഫോഗ് ലൈറ്റ് പോലത്തെ സാധനം VXIക്ക് ഉണ്ടാവും. അത്രയും കൂടിയാണ് LXIയും VXIയും ഇത് തമ്മിലുള്ള മാറ്റം. ഏകദേശം ഇതിന്റെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VXI 2005 2006 വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല കണ്ണിങ് പീസ് വണ്ടി കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് ഗ്ലാസ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. 2005 2006 വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ
ഞാൻ നോക്കിയിട്ട് 2005 ഒരു 4 വർഷം 5 വർഷം പേപ്പർ, 2006 5 വർഷം പേപ്പറുള്ള റിന്യൂവലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ലീൻ പീസ് വണ്ടി, ഇതേപോലത്തെ ഒരു ക്ലീൻ പീസ് വണ്ടി കിട്ടുകയാണെങ്കിൽ അലൈവീല് ഇല്ലാത്ത വണ്ടി, അലൈവീലിനൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കാണണം. മോഡലല്ല, അതിനകത്ത് ഒരു മോഡലിനല്ല, അലൈവീല് ഇങ്ങനെ ഒരു ഗുമ്മ കയറ്റി വണ്ടിന്റെ വിലയല്ലേ പറയുന്നത്. ഒരു 2005 നോർമൽ ഒരു VXI വണ്ടി, അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടി, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2006 2005 ഒരു 1 to 1.20 വരെ, 1.90 to ഒരു 1.20 വരെ കൊടുക്കാം. നമുക്കൊരു മതിപ്പ് പോലെ വണ്ടി ഇപ്പോൾ അങ്ങനെ ക്ലീൻ സർവീസ്. കാരണം നമ്മൾ ഇന്നാളെ നമ്മുടെ കമ്പനിക്കാരൻ ഒരു വണ്ടി എടുത്തായിരുന്നു, സെന്നു VXI. അപ്പോൾ അതിന് നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് ആ വണ്ടി അലവിയിലൊന്നുമില്ല, ബാക്കി എല്ലാം കണ്ണിങ് പീസ്, അതായത് ക്ലിയർ പീസ് വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലിയർ പീസ് വണ്ടി. അത് 1.10 കൊടുത്തിട്ട് എടുത്തത്, 2006 മോഡല് ഫുൾ പേപ്പറിലെ വണ്ടി. അതായത് റിന്യൂവലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടി. ഇത് സെറ്റൊന്നും വർക്കിംഗ് അല്ല കേട്ടോ, സെറ്റൊന്നും ഇതിനൊന്നും അതുണ്ടാവില്ല, നമുക്ക് എക്സ്ട്രാ കയറ്റാവുന്ന ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഒരു 1 വരെ നമുക്ക് കൂട്ടാം, 1.10 1.20 വരെയൊക്കെ ഒരു 10 രൂപ നമ്മളൊരു നല്ല ക്ലീൻ പീസ് വണ്ടിക്ക് മാർക്കറ്റ് വിലയെക്കാളും കൂട്ടി കൊടുത്തെന്ന് ഓർത്തും പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ മെയിൻ്റെനൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പവർ സ്റ്റിയറിങ്ങിന്റെ മോട്ടർ കംപ്ലൈന്റ് വരലുണ്ട്, അതിന്റെ മൊഡ്യൂളാണ് ഈ സാധനം, ഇത് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം ഒറിജിനലാണെങ്കിൽ നല്ല വില വരും. നമ്മൾ കൊട്ടയെന്നൊക്കെ എടുത്തുകൊണ്ട് ഒറിജിനൽ ആണെങ്കിൽ ഇതിന് തന്നെ 4000 രൂപ കൊണ്ട് വിലയുണ്ട്. മോട്ടറിന് എത്രയാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം ഇവിടെ നിന്ന് അങ്ങനെ മാറ്റിയിട്ടില്ല. ഇത് രണ്ടും കൊട്ടയിൽ നിന്നുള്ള ടീം എടുത്തുകൊണ്ട് വന്നാൽ 6 രൂപയ്ക്കാണ് രണ്ടും കൂടെ, 2 മൊഡ്യൂളും മോട്ടറും കൂടെ എടുത്തുകൊണ്ട് വന്ന് നമുക്കിത് വേണമെങ്കിൽ LXI-ലോട്ട് ഇത് പവർ സ്റ്റിയറിങ് ഇതും കയറ്റാം, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. LXI-ലോട്ട് നമ്മുടെ LX-ലോട്ട് LXI-ന്റെ പവർ സ്റ്റിയറിങ്ങും മോട്ടറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കയറ്റാവുന്നുള്ളൂ. ഇത് ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ഇട്ടതാണ്, അത്യാവശ്യം നല്ല. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, മാക്സിൻ്റെ സാധനമാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. സെന്നിൻ്റെ സ്പെയർ ഒക്കെ കുറച്ച് ഡിലേ ആണ് കിട്ടാൻ. ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, മാരുതിൻ്റെ എല്ലാ സ്പെയറും കിട്ടും എന്ന് പറയുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ നിർത്തിപ്പോയ വണ്ടി ആയതുകൊണ്ടായിരിക്കും കുറച്ച് താമസമാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തതിന് ശേഷം ആ സാധനം വരുള്ളൂ. സായി സർവീസ്, മാരുതി ജെനുവിൻ സ്പെയറുകളിലൊക്കെ അവിടെയൊക്കെ ഒരിടത്തും സ്റ്റോക്ക് ഉണ്ടാവില്ല സെന്ന്. ഒന്നത് കുറച്ച് പഴയ വണ്ടി ആണ്, പിന്നെ വണ്ടി കമ്പനി നിർത്തിപ്പോയല്ലോ, അതുകൊണ്ട് ഇത്രയും കാലമായി, ഇപ്പോൾ 15 വർഷം ഇത്തിരി മേളിലായില്ലേ വണ്ടി നിർത്തിപ്പോയിട്ട്. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്, സ്പെയർ കിട്ടാമെന്നല്ലാണ്ട് സാധനം എല്ലാം കിട്ടും, പക്ഷെ കുറച്ച് ഡിലേ വരും. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ടോ, ഇതെല്ലാ സെന്നിനുള്ള കംപ്ലൈൻറ്റാണ്. ഇതിനുള്ളിലൊരു ഓറിങ് വരും. അതിപ്പോൾ എല്ലാ വർക്ക്ഷോപ്പിലും ഇല്ലെങ്കിൽ ഈ AC കടയിൽ പണിയെടുക്കുന്നവന്മാരുടെ അടുത്തൊക്കെ ഇതിൻ്റെ ഓറിങ് വരും. അവരുടെ അടുത്ത് ഒരുവിധപ്പെട്ട എല്ലാ സൈസിലുള്ള ഓറിങ്ങുകളും ഉണ്ടാവും. അത് നമ്മുടെ ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്നുള്ള ഓറിങ് എടുത്തിട്ടില്ല. ഇത് ഒറിജിനൽ സാധനം കിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ടാലും നമുക്ക് ആ കംപ്ലൈൻറ്റ് എടുത്താൽ. ഇതൊന്നും വലിയ കംപ്ലൈൻറ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് മെയിൻ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ, ക്ലച്ചൊക്കെ മാറ്റി കയറണമെങ്കിൽ ഒരു 4 രൂപയോളം വരും. ക്ലച്ച് മാറ്റി, ഡിസ്ക്, പ്രഷർ പ്ലേറ്റ് എല്ലാം കൂടെ മാറ്റി കയറ്റുന്നതിന്, ക്ലച്ച് ഡിസ്ക് മാറ്റുന്നതിന്. പിന്നെ ഇനിയിപ്പോൾ വന്ന് കംപ്ലൈൻറ്റ് രണ്ടാമത്തെ ഒരു സസ്പെൻഷൻ പണി എന്ന് പറഞ്ഞാൽ ഷോക്കിന് 2200 രൂപ, ഒരു ഒറിജിനലിൻ്റെ വില ആയിട്ട് പറയുന്നത്. ഷോക്കിന് 2200 രൂപ, ആക്സിലിന് ഒരു 4500 രൂപ, ലെഫ്റ്റ് സൈഡിന് ഒരു ആക്സിലാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുള്ള സാധനം ആക്സിലാണ്. വണ്ടി എടുക്കുമ്പോൾ തന്നെ ഫുള്ള് ഒടിച്ച് നിർത്തിയിട്ട്, അതായത് ഒരു സിംഗിൾ സൈഡിലോട്ട് ഒരു ഗ്രൗണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഫുള്ള് ഒടിച്ച് ഫുള്ളൊന്ന് കറക്കി എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. ടക്കടക്കെന്ന് പറഞ്ഞാൽ അടി വെക്കുമ്പോൾ ആക്സിൽ പോയതാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തെടുക്കാൻ പോകത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ആക്സിൽ റൈറ്റ് സൈഡിന് കുറച്ച് വില കൂടുതൽ, 5000 രൂപയുണ്ട് റൈറ്റ് സൈഡ്. പിന്നെ ക്ലച്ച്, അത് ഷോക്ക് കാര്യങ്ങൾ, ലോറാം പാഡുകൾക്കൊക്കെ ചെറിയ ലോറാമിനും ബ്രേക്ക് പാഡിനൊക്കെ ഒരു 600 രൂപ, ബ്രേക്ക് പാഡിന് ലോറാമിന് 500 രൂപ വിലയുള്ളൂ. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഭാഗങ്ങൾ അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഇത്രയും കോസ്റ്റിന് ഇത് കൊണ്ടു നടക്കാം. പിന്നെ ബാറ്ററിക്കൊക്കെ ഇത് പുതിയ ബാറ്ററി വെച്ചത് 4 വർഷം റീപ്ലേസ് ഉള്ള ഇന്നാൾ നമ്മൾ വെച്ചാട്ടോ. ഇയാൾ അത്യാവശ്യം നല്ല പൈസേൻ്റെ പണിയെടുത്ത് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ ഇതിന് 4000 രൂപയായി ബാറ്ററിക്ക് മാത്രം കേട്ടോ. ഇത് ബൂസ്റ്റ് ബ്രേക്കിംഗ് ആട്ടോ, അത് എല്ലാ സെന്നിനും ബൂസ്റ്റ് ബ്രേക്കിംഗാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മാരുതി 800-ലും കയറ്റാം. ഇതാണ് അതിൻ്റെ അത് മെയിനായിട്ട് വരുന്ന മെയിൻ്റെനൻസ്. പിന്നെ ഇതിൻ്റെ ഹെഡ് കഴിഞ്ഞ ആഴ്ച പണിയെടുത്ത് കയറ്റിയത്, അത് പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞേക്കാം. ഹെഡ് പണിയെടുത്ത് കയറ്റിയതിന് ഒരു 7000 രൂപ വരും. അതായത് വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രോപ്പറായിട്ട് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ, വണ്ടി ഹീറ്റായിട്ടുണ്ടെങ്കിൽ കൂളൻ്റ് ഒന്നും അല്ലാതെ റേഡിയേറ്റർ ബ്ലോക്ക് ആവുകയോ വാട്ടർ പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ആവാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ള സർക്കുലേഷൻ കറക്റ്റ് നടന്നില്ലെങ്കിൽ ഹെഡ് ഗ്യാസ് സീറ്റൊക്കെ കത്തിപ്പോകാൻ വഴിയുണ്ട്. അങ്ങനെ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹെഡ് പണി എടുക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 7 രൂപ വരും. 6 രൂപ എന്താണെങ്കിൽ മസ്റ്റായിട്ട് വരും. നാളെ ഇവിടെ പണിയെടുത്തതിന് ഒരു 6 രൂപ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു മെയിൻ്റെനൻസ് വരൽ. പിന്നിട്ട് അതാ റെഗുലറായിട്ടുള്ള സംഭവങ്ങളെ വരലുള്ളൂ. അത്യാവശ്യം തന്നെ ഞാൻ നോക്കിയിട്ട് യാത്രാസുഖത്തിൻ്റെ ബേസിലും, അതായത് ഒരു ആൾട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവറും ഉണ്ട്. AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾട്ടോനെ അപേക്ഷിച്ച് വണ്ടി കുറച്ചുകൂടെ മൂവിങ് ഉണ്ട്. വണ്ടിക്ക് അത്യാവശ്യം കയറി പൊക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നൈസാണ്, വലിയ സീനൊന്നും ഇല്ലാതെ കിട്ടിക്കോളും.
പവറുണ്ട്. 1000cc ആണ്, അതിനുള്ള പവറും കാര്യം 4 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ അത്രയും ഒരു മൈലേജ് ഇല്ല കേട്ടോ. മൈലേജ് ഞാൻ പറയാൻ വിട്ടുപോയി. മൈലേജ് ഇതിനൊരു 16 to 18 വരെ പ്രതീക്ഷ മതി. 4 സിലിണ്ടർ ആയതുകൊണ്ട് 1000cc ഉള്ളതുകൊണ്ട് ഏകദേശം ആ ഒരു റേഞ്ച് കിട്ടുള്ളൂ. ഒരു 18 വരെയൊക്കെ നമ്മൾ പ്രതീക്ഷ മതി. അതിൽ കൂടുതൽ പറയുന്ന ആൾക്കാർ ചിലരൊക്കെ വന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഒരു 22, 21 കിട്ടുന്നുണ്ടെന്നൊക്കെ. അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടൊരു 18 മൈലേജ് കിട്ടും. നമ്മുടെ ഒരു കമ്പനിക്കാരനുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ അത്യാവശ്യം ഓടിച്ചിട്ടതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 18 കിലോമീറ്റർ ഒരു ആവറേജ് നമ്മൾ എണ്ണ അടിച്ച് ഓടുമ്പോൾ നമുക്കറിയാലോ ഏകദേശം ഒരു മീറ്ററിലൊക്കെ നോക്കിയിട്ട്. അല്ലാണ്ട് ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ മറ്റേ കാർബറേറ്റർ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അത്രേ ഉള്ളൂ. ഏകദേശം ഒരു 18 കിലോമീറ്റർ മൈലേജും അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് മാരുതി 800 ആൾട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതിന്റെ VXI ഓപ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. സ്പേസിന്റെ അല്ല, ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡോർ പാഡ്, ഡോറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് പഴയ വണ്ടിയാണ് ഇത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ നോക്കി ഇതാ നോക്കിയിട്ടല്ല ആൾക്കാർ എടുക്കുക. ഒരു സൗകര്യം നോക്കിയിട്ടല്ല, സെന്നൊരു രസമാണ് ഓടിച്ചു കൊണ്ടെടുക്കാൻ. നല്ല അടിപൊളി വണ്ടിയാണ്, അത്യാവശ്യം നല്ല രസമാണ്. പിന്നെ ഒരു അലോയിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ നല്ല ഷോ ആയിട്ട് കിടന്നോളൂ. ഇത് കണ്ടില്ലേ, നല്ല രസമല്ലേ. ഡിസ്കൊക്കെ റെഡൊക്കെ അടിച്ച്. ഇത് സിൽവർ വണ്ടി. ഇത് ഇയാളൊക്കെ ഞാനൊരു വട്ടം പറഞ്ഞത് കളർ ചേഞ്ച് അടിക്കാട്ടായിരുന്നു. അവർക്ക് തന്നെ അതിനോട് താല്പര്യമില്ല. ഇത് വണ്ടീൻ്റെ സെയിം കളർ തന്നെ അടിച്ചാടാന്ന് പറഞ്ഞാൽ സിൽവർ അടിച്ചു. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രൈസ് ആട്ടോ. പക്ഷെ അതാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെൻ അത്യാവശ്യം അടിപൊളി. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം ഓടിക്കുമ്പോൾ 13 ഇഞ്ച് ടയേഴ്സ് ഇതിന് ഇടരുത്. ശരിക്കും പറഞ്ഞാൽ 15 ഇഞ്ച് ടയേഴ്സ് ഇടണമെങ്കിൽ ഷോക്ക് ഹൈറ്റ് കൂട്ടി മൊത്തം പണി എടുത്തിട്ട് വേണം ഇടാൻ. അതിൽ ഇത് കണ്ടില്ല, ഇത് അത്യാവശ്യം നൈസായിട്ട് മുട്ടിക്കുന്നുണ്ട് ടയർ. അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരുപ്പെട്ട സെന്നിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ടൈപ്പ് 2 ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. ടൈപ്പ് 1 വളരെ റെയറായിട്ട് ഇവിടെ വരലുള്ളൂ. കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ റിവ്യൂ എടുക്കാം. അത് അത്യാവശ്യം നൈസ് വണ്ടി, അതങ്ങനെ അധികം വരലില്ല. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിവുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. വണ്ടീനെ കുറിച്ച് മാത്രം കേട്ടോ, എനിക്കത് മാത്രമേ എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ അറിയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.